ഇൻസ്റ്റാഗ്രാം വഴി എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അത്യാവശ്യം നെറ്റും മാത്രം മതി നമുക്ക് ഈ ഒരു പരിപാടികൾ തുടങ്ങാനായിട്ട്. നമ്മളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, വെറുതെ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രോൾ ചെയ്ത് കളയുന്നത് മാത്രമേ ഉള്ളൂ. റീൽസ് കാണുന്നു, കണ്ട് കളയുന്നു, റീൽസ് കാണുന്നു, സ്ക്രോൾ ചെയ്യുന്നു, ഇത് മാത്രമാണ് നടക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്ര ഒരു ഫ്രീ ഓപ്പർച്യൂണിറ്റി തുറന്നു കിടന്നിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരമായിരിക്കും. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ഇനി വരുന്ന വീഡിയോസ് എന്ത് ചെയ്യുക, കണ്ടു വെക്കുക. ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, കൊളാബറേഷൻ. അപ്പോൾ കൊളാബറേഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കൊളാബറേഷൻ, എങ്ങനെയാണ് കൊളാബറേഷൻസ് വഴി പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്? കുറെ മുന്നേക്ക് നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, കൊളാബറേഷൻസ് നമുക്ക് ബ്രാൻഡുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി അതൊക്കെ പേജസുമായിട്ട് നമുക്ക് കൊളാബറേഷൻസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. നമുക്ക് ഫോളോവേഴ്സ് അല്ല അവർ കൂടുതലും നോക്കുന്നത്, നമ്മുടെ കണ്ടന്റ്സ് എൻഗേജിങ് ആയിരിക്കണം, നമ്മളിടുന്ന കണ്ടന്റ്സ് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇപ്പോൾ കൊളാബറേഷൻസ് ചെയ്യുന്നവർ നമ്മളെ നോക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ള വിഷയമല്ല, നിങ്ങൾക്കിപ്പം 10,000 ഉള്ളൂ, അല്ലെങ്കിൽ 5,000 ഉള്ളൂ, അല്ലെങ്കിൽ 3,000 ഉള്ളൂ, അതൊരു പ്രശ്നമല്ല. നിങ്ങളിടുന്ന കണ്ടന്റ്സ് അതിന് അത്യാവശ്യം എൻഗേജിങ് ആണോ, ആ കണ്ടന്റ്സ് അത്യാവശ്യം എൻഗേജിങ് ആണോ, അതിന് റീച്ച് ഉണ്ടോ, അപ്പോൾ അതാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു മിനിമം ഫോളോവേഴ്സ് ഉണ്ട്, ഇപ്പോൾ 3,000 5,000 ഉള്ള കുഴപ്പമില്ല, അത് വെച്ച് നമ്മുടെ കണ്ടന്റ്സ് നല്ല റീച്ച് പോകുന്നുണ്ട്. നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നോക്കുമ്പോൾ നല്ല രീതിയിലേക്കാണ് നമ്മുടെ കണ്ടന്റ് റീച്ച് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് കൊളാബറേഷൻസ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക എന്നുള്ളതാണ്. ഒരു പേജ് തുടങ്ങുക, നിങ്ങൾക്ക് ഏതാണോ കണ്ടന്റ് ഇഷ്ടം അതിനെപ്പറ്റി സംസാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കണ്ടന്റ്സ് വീഡിയോസ് ചെയ്തിടുക എന്നുള്ളതാണ്. എന്നിട്ട് നല്ല അത്യാവശ്യം ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ ഒപ്പിക്കുക, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, അത്യാവശ്യം ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക, ഒരു ഗുഡ് ഡാഷ്ബോർഡ് ഉണ്ടാക്കുക, അതായത് നല്ലൊരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഉണ്ടാക്കുക. ഓക്കെ, അതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൊളാബറേഷൻസ് പറ്റി ഇപ്പോൾ പറയാനുള്ളത്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ പറയാം.